സമൃദ്ധമായ ജീവിതം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. സുഹൃത്തുക്കളെ, മിനിസ്ട്രി പ്രവർത്തിക്കുന്നത് ഹൈദരാബാദിലാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹപ്രദമായ ഒരു പ്രാർത്ഥന ടീം ഉണ്ട്. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു ടീമാണുള്ളത്. നിങ്ങൾക്ക് പ്രാർത്ഥന അപേക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നുള്ള ഉറപ്പ് ഞാൻ നൽകുകയാണ്. ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: അനുഗ്രഹീതമായ ഒരു ഭാവിക്കായി ഉള്ളതായ പ്രതീക്ഷ. സുഹൃത്തുക്കളെ, എല്ലാവരും അനുഗ്രഹീതമായ ഒരു ഭാവി ആഗ്രഹിക്കുന്നുണ്ട്. അതവരുടെ കുടുംബത്തെക്കുറിച്ച് ആയാലും വിദ്യാഭ്യാസത്തെക്കുറിച്ചായാലും അതുപോലെ ദൈവത്തിൻ്റെ വേലയെക്കുറിച്ചായാലും എല്ലാം തന്നെ അനുഗ്രഹീതമായൊരു ഭാവി അവർ പ്രതീക്ഷിക്കുന്നു. അവർ വളരെ പ്രതീക്ഷയോടെ മുൻപോട്ട് നോക്കുമ്പോൾ നാളെക്കുറിച്ചുള്ളതായ കാര്യങ്ങൾ അറിയാതെ വരുമ്പോൾ അവരുടെ ഉള്ളത്തിൽ വലിയ ആകുലതയുണ്ടാകുന്നു. നമ്മൾ ചിന്തിക്കും, നാളത്തെ സ്ഥിതി എന്തായിത്തീരും? ഇന്നത്തേക്കാൾ ശ്രേഷ്ഠകരമായ ദിനങ്ങളായിരിക്കുമോ, അതോ ഇന്നത്തേക്കാൾ ദയനീയമായിട്ടുള്ള അവസ്ഥകളായിരിക്കുമോ? നാളത്തെ സ്ഥിതി എന്തായിത്തീരും? ഇങ്ങനെയുള്ളതായ ചിന്തകൾ മനസ്സിൽ അധൈര്യം വർദ്ധിപ്പിക്കുന്നു, വലിയ നിരാശയുണ്ടാക്കുന്നു. ഇതാണ് സങ്കീർത്തനത്തിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. 42-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. വചനം പറയുന്നു, ഞാൻ ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ പ്രവൃത്തിക്കു വേണ്ടി കാത്തിരിക്കും. സുഹൃത്തുക്കളെ, നമ്മൾ എല്ലാവരും നല്ല ഒരു നാളേക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. അതിന് നമ്മുടെ ഉള്ളിൽ വേണ്ടതെന്താണ്? പ്രതീക്ഷ. ആ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോൾ ഒരു നിരാശയ്ക്കും ഒരു ദുഃഖത്തിനും ഒരു പരാജയ ഭീതിക്കും നമ്മെ തൊടുവാൻ കഴിയുകയില്ല. പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹപ്രദമായ ഒരു ഭാവി ഉണ്ടാകാനിടയാകും. ഇതിനെക്കുറിച്ച് നമുക്ക് വായിക്കാം. യിരെമ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ. എത്ര അനുഗ്രഹപ്രദമായ വാക്യങ്ങളാണ്! നമ്മൾ എല്ലാവരും തന്നെ ഒരു ശുഭഭാവി ഉണ്ടാകുവാനായിട്ട് അതിനായി കാത്തിരിക്കുന്ന ആളുകളാണ്. ഇവിടെ എന്താണ് പറയുന്നത്? നിങ്ങൾ നിരൂപിക്കുന്നതായ നിരൂപണങ്ങൾ അത് എന്താണെന്ന് ഞാൻ അറിയുന്നു. എന്താണ് പറയുന്നത്? ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. നമ്മുടെ നല്ല ഭാവിക്കായി, അനുഗ്രഹപ്രദമായ ഒരു നല്ല നാളേക്ക് വേണ്ടി ആ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഉദ്ദേശങ്ങളുണ്ട്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ശുഭകരമായ പദ്ധതികൾ ആണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. അവൻ നമുക്ക് സമാധാനം നൽകുന്നതായ ദൈവമാണ്. സമാധാനം എന്ന് പറയുമ്പോൾ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ അതിനെ ഷാലോം എന്നാണ് പറയുന്നത്. ആ സമാധാനമാണ് നമുക്ക് ദൈവം നൽകുന്നത്. ഷാലോം എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ആത്മീയമായിട്ടും മാനസികമായിട്ടും ഭൗതികമായിട്ടും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സ്ഥിതിയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സമാധാനകരമായ സ്ഥിതിയെക്കുറിച്ചാണ് ഷലോം എന്ന് പറയുന്നത്. ഷലോം ആയിട്ടാണ് ഈ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്നത്. നിങ്ങൾക്ക് മാനസികമായും ഭൗതികമായും ആത്മീയമായും എല്ലാ മേഖലകളിലും ദൈവികമായ സമാധാനവും അനുഗ്രഹവും നൽകുവാനിടയാകും. നിങ്ങൾക്ക് നല്ലൊരു ഭാവി നൽകാനിടയാകും. ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ കൂടി നമുക്ക് ലഭിക്കുന്നതായ ഒരു നല്ല ഭാവിയെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. നമ്മൾ കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും തുറന്നു തരാനിടയാകും. നമുക്കറിയാം, എല്ലാവർക്കും വ്യക്തിപരമായ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്നു. ഓരോ വ്യക്തികളെയും വിലയേറിയവരായി അവൻ എണ്ണുന്നു. അവനറിയാം ഒരു വ്യക്തിയെ എപ്പോൾ അനുഗ്രഹിക്കണം, എങ്ങനെ അനുഗ്രഹിക്കണം, ഏതു രീതിയിൽ അനുഗ്രഹിക്കണമെന്ന്. അവനെല്ലാവരെയും അങ്ങനെ അനുഗ്രഹിക്കുവാൻ ഇടയാകും. വചനം പറയുന്നു, നിങ്ങളുടെ എല്ലാ മേഖലകളിലും ദൈവം സമാധാനപരമായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇടയാകും. അതിനുവേണ്ടി ദൈവത്തിൽ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കണം. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്നതിൻ്റെ ശക്തി എന്താണ്? സദൃശവാക്യങ്ങൾ 13:12: ആശാവിളംബനം ഹൃദയത്തെ ക്ഷീണിപ്പിക്കുന്നു, ഇച്ഛാ നിവൃത്തിയോ ജീവവൃക്ഷം തന്നെ എന്നാണ് പറയുന്നത്. നമുക്ക് പ്രതീക്ഷയുണ്ടാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിനത് സന്തോഷം ജനിപ്പിക്കുന്നു. നമുക്ക് പ്രതീക്ഷയുണ്ടാകുമ്പോൾ ദൈവവചനം പറയുന്നു, പ്രതീക്ഷ എന്നത് ഒരു ജീവൻ്റെ വൃക്ഷം ആകുന്നു. പ്രതീക്ഷ എന്നത് ജീവനാണ്.
അത് നമ്മുടെ നിരാശകളെ മാറ്റുന്നതാണ്. സുഹൃത്തുക്കളെ, പ്രതീക്ഷയില്ലാതെ നിരാശയിലായിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? ജീവിതത്തെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ലാത്തതായ ആളുകൾ. അങ്ങനെയുള്ളവർക്കായിട്ടാണ് ഈ സന്ദേശം. ദൈവത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുക. നിങ്ങൾ കർത്താവിൽ പ്രതീക്ഷ അർപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ ഷാലോം എന്ന അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കുവാനിടയാകും. നിങ്ങളോട് ഞാൻ വ്യത്യസ്ത 3 രീതിയിലുള്ളതായ പ്രതീക്ഷകളെക്കുറിച്ച് പങ്കുവയ്ക്കുവാൻ പോവുകയാണ്. ജീവിതത്തെക്കുറിച്ച് ഉള്ളതായ 3 പ്രതീക്ഷകൾ. നമ്പർ 1, ഭാവിയിൽ ഒരു പുതിയ തുടക്കത്തിനു വേണ്ടി നിങ്ങൾ പ്രതീക്ഷിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇയ്യോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുന്നു. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടരാതെ ഇരിക്കുകയില്ല. എന്താണ് ഇവിടെ പറയുന്നത്? ഇത് അത്ഭുതകരമായ വാക്കുകളാണ്. ആരുടേതാണിത്? ഇയ്യോബ് പറയുകയാണ്. തൻ്റെ ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്നതായ, സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ അദ്ദേഹം പറയുന്നതായ വാക്കുകളാണിത്. ഈ എല്ലാ നഷ്ടങ്ങളുടെ ഇടയിലും ഇയ്യോബിന് വലിയ ഒരു പ്രത്യാശയുള്ളതായി കാണുവാൻ കഴിയുന്നു. അദ്ദേഹം പറയുകയാണ്, ഒരു വൃക്ഷത്തെ വെട്ടിക്കളഞ്ഞാൽ അതിനൊരു പ്രതീക്ഷയുണ്ട്. എന്താണത്? അതിന് വീണ്ടും കിളിർക്കുവാൻ കഴിയും. വീണ്ടും കൊമ്പുകൾ ഉണ്ടാകും. അങ്ങനെ കൊമ്പുകളുണ്ടായി അതിൽ നിന്നും വീണ്ടും ഫലങ്ങൾ ഉണ്ടാകാനിടയാകും. ഇയ്യോബിനുണ്ടായിരിക്കുന്നതായ ഈ പ്രത്യാശയാണ് ഇയ്യോബിനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി ആക്കി മാറ്റുവാൻ ഇടയായത്. പലതരത്തിലുള്ള നിന്ദകളും അപമാനങ്ങളും ഒറ്റപ്പെടലുകളും പ്രതീക്ഷയില്ലായ്മയെല്ലാം കടന്നു വന്നപ്പോഴും ഇയ്യോബ് ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. ആ പ്രത്യാശയിൽ ദൈവം നഷ്ടപ്പെട്ടതെല്ലാം ഇയ്യോബിന് മടക്കി കൊടുക്കാനിടയായി. അവനൊരു പുതിയ തുടക്കം ഉണ്ടായി. എത്ര അത്ഭുതകരമായ വാക്കുകളാണ് സുഹൃത്തുക്കളെ! നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും സകലം നഷ്ടപ്പെട്ടതായ ഒരു അവസ്ഥ വന്നേക്കാം. എല്ലാം നഷ്ടപ്പെട്ട് ശൂന്യമായ ഒരു അവസ്ഥ ഉണ്ടായേക്കാം. ചില സന്ദർഭങ്ങളിൽ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടതായ ഒരു അവസ്ഥ ഉണ്ടാകാൻ ഇടയുണ്ട്. വരണ്ടതായ അനുഭവം, ശൂന്യമായതായ അനുഭവങ്ങൾ പലപ്പോഴും നമ്മുടെ പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നതായ നഷ്ടങ്ങൾ, മാതാപിതാക്കന്മാർ, ഭാര്യാഭർത്താക്കന്മാർ, അതുപോലെ മക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അവരുടെ നടുവിലുള്ളതായ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകൾ. നമ്മുടെ ബന്ധങ്ങളിൽ മുറിവ് സംഭവിച്ചാൽ നമ്മൾ വിചാരിക്കും വീണ്ടും ഒരിക്കലും അത് പുനഃസ്ഥാപിക്കുവാൻ കഴിയുകയില്ല, വീണ്ടും അത് തളർക്കുവാൻ കഴിയുകയില്ല. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്നതായ വിള്ളലുകൾ, വിച്ഛേദനങ്ങൾ എല്ലാം തന്നെ നമ്മൾ പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ കൂടി പുനഃസ്ഥാപിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഏതെങ്കിലും പ്രത്യേകമായ പാപത്തിൽ നമ്മൾ ബന്ധനത്തിൽ ആയിരിക്കുന്നത്. ആ ബന്ധനം നമ്മെ തകർത്തു കളയുവാനിടയാകും. എന്നാൽ നമുക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ഈ പാപത്തിൽ നിന്നും, ഈ ദുശീലത്തിൽ നിന്നും എനിക്ക് വിടുതൽ പ്രാപിക്കുവാൻ കഴിയും. ഈ പ്രതീക്ഷ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഉറപ്പായും ആ വിടുതൽ നമുക്ക് അനുഭവിച്ച് അത്ഭുതകരമായ ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതുപോലെ ആത്മീയ ജീവിതത്തിൽ വരണ്ട അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക, പ്രതീക്ഷ അർപ്പിക്കുക. എനിക്ക് അനുഗ്രഹപ്രദമായ ഒരു ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുക. നല്ലൊരു തുടക്കം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക. അങ്ങനെ സംഭവിക്കുക തന്നെ ചെയ്യും. അതുപോലെ മാനസികമായി വരണ്ടതായ അനുഭവം, മാനസികമായി ചിലപ്പോൾ വേദനപ്പെടുന്ന അനുഭവങ്ങൾ, യാതൊരു സന്തോഷവുമില്ല, സമാധാനവുമില്ല, മാനസികമായി യാതൊരു സ്വസ്ഥതയുമില്ല. അങ്ങനെ ഉണ്ടാകുന്നതായ സമയത്ത് പലപ്പോഴും നമ്മുടെ മനസ്സ് വരണ്ടു പോകാനിടയുണ്ട്. എന്നാൽ തീർച്ചയായും നമുക്ക് അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയും. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും വീണ്ടെടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് മുൻപോട്ട് ചിന്തിക്കുമ്പോൾ, ഒരു ജോലിയുടെ കാര്യമാണെങ്കിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് പുതിയ ജോലികൾ ലഭിക്കുവാൻ ഇടയാകും. അല്ലെങ്കിൽ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്കുള്ളതായ ട്രാൻസ്ഫർ ലഭിക്കുവാനായി ആഗ്രഹിക്കുമ്പോൾ അത് ലഭിക്കും. ഒരു പുതിയ തുടക്കമുണ്ടാകും. അതുപോലെ തന്നെ ചില പ്രത്യേകമായ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവം ആ അനുഗ്രഹം നൽകാനിടയാകും. അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ള ആളുകളാൽ സ്നേഹിക്കപ്പെടുക, കരുതപ്പെടുക എന്നത്. എല്ലാവരുടെയും ജീവിതത്തിലുള്ളതായ ആഗ്രഹമാണ്. നമ്മൾ
മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമ്പോൾ അവർ നമ്മയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യും. അത് വാസ്തവമായ കാര്യമാണ്. മനോഹരമായ ഒരു ജീവിതത്തിന് അത് ഏറ്റവും അത്യാവശ്യമാണ്. ചിലരെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിൽ യാതൊരു സമാധാനവും കാണില്ല, യാതൊരു സന്തോഷവും കാണുകയില്ല. ഇയ്യോബ് ഇവിടെ പറയുകയാണ്, ഒരു വൃക്ഷത്തെ വെട്ടിയാൽ അത് വീണ്ടും കിളിർത്തുവരും. അതിന് കൊമ്പുകൾ ഉണ്ടാകും, അതിന് ഫലങ്ങൾ ഉണ്ടാകും. യെസ്, എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? ഇത് സംഭവിക്കുന്നത് അതിൻ്റെ പ്രതീക്ഷ കൊണ്ടാണ്, അതിൻ്റെ പ്രത്യാശ കൊണ്ടാണ് ഈ അത്ഭുതം സംഭവിക്കുന്നത്. ഒരു വൃക്ഷത്തെ വെട്ടിമാറ്റിയാൽ ആ വൃക്ഷം ഒരിക്കലും പറയുകയില്ല എൻ്റെ കഥ കഴിഞ്ഞു എന്ന്. അതെന്ത് പറയും? ഞാൻ ഇനി കിളിർക്കും. ആ വൃക്ഷത്തിൻ്റെ ഉള്ളിൽ തന്നെ അതിനൊരു പ്രത്യാശയുണ്ട്, അതിനൊരു പ്രതീക്ഷയുണ്ട്. എന്താണ്? ഞാൻ വീണ്ടും പൊട്ടിക്കിളിർത്തു വരും എന്ന പ്രതീക്ഷ. ആ വൃക്ഷത്തിൻ്റെ പ്രത്യാശ പോലെ തന്നെ ഇയ്യോബ് ഇവിടെ പറയുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 14 അധ്യായം 9 വാക്യത്തിൽ പറയുന്നു, വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും, ഒരു തൈ പോലെ തളിർവിടും. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു വൃക്ഷത്തെ നമ്മൾ വെട്ടിക്കളയുമ്പോൾ അതിന് കുറ്റി മാത്രമായിരിക്കും പിന്നെ അവിടെ ശേഷിക്കുന്നത്. എന്നാൽ അതിനൊരു പ്രതീക്ഷയുണ്ട്. വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ, വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ അതിന് കിളിർപ്പുകൾ ഉണ്ടാകും. ആ കിളിർപ്പിൽ നിന്നും അതിന് കൊമ്പുകൾ ഉണ്ടാകാനിടയാകും. ആ കൊമ്പുകളിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകും. ഈ അത്ഭുതകരമായ ഒരു പ്രതീക്ഷയാണ് വൃക്ഷത്തിന് ഉള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതവും അങ്ങനെ തന്നെയാണ്. അതുപോലെ നിരാശപ്പെടുന്ന സന്ദർഭത്തിൽ, ദുഃഖം അനുഭവിക്കുന്ന സന്ദർഭത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്? നമ്മുടെ പ്രതീക്ഷ പാതി നഷ്ടപ്പെടുവാനിടയാകും, നമ്മൾ തളർന്നു പോകുവാനിടയാകും. എന്നാൽ വെള്ളത്തിൻ്റെ ഗന്ധം തട്ടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വീണ്ടും പ്രതീക്ഷകളുണ്ടാകാനിടയാകും. ക്രിസ്തീയ ജീവിതത്തിൽ നോക്കുമ്പോൾ ദൈവദാസന്മാരും സുവിശേഷകന്മാരുമൊക്കെ പഴയ നിയമത്തിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഇയ്യോബിനെക്കുറിച്ച് പറയുമ്പോൾ, ഉടനെ തന്നെ അതിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് കടന്നുവന്ന് അവർ യേശുക്രിസ്തുവിനെക്കുറിച്ചും സംസാരിക്കാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവൻ്റെ വെള്ളം യേശുക്രിസ്തുവാണ്. അവനാണ് നമ്മുടെ ജീവൻ്റെ ഉറവ. ശമരിയാക്കാരത്തിയായ സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് ജീവൻ്റെ ജലം നൽകും. യോഹന്നാന്റെ സുവിശേഷം 11:25-26 വാക്യങ്ങൾ. യേശു അവളോട്, ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും ആകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. എത്ര അത്ഭുതകരമായ വാക്കുകളാണ്! ഇവിടെ 2 മുഖങ്ങളാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ മുഖം പുനരുദ്ധാനത്തെക്കുറിച്ച്, ഉയർപ്പിനെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഇത് ഈ ലോകത്തിലെ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത് എന്നത് കാണുവാൻ കഴിയുന്നതാണ്. ഈ ലോകത്തിൽ ജീവിതത്തിൽ എത്ര കഷ്ടത വന്നാലും, എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും, ഇല്ലായ്മകൾ വന്നാലും, ലാസറിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മാർത്തയും മറിയയും പറയുകയാണ്, ഇവിടെ സകലതും കഴിഞ്ഞു പോയിരിക്കുകയാണ്. യേശുവേ, ഞങ്ങളുടെ സഹോദരൻ മരിച്ചു പോയിരിക്കുന്നു. എന്നാൽ യേശു എന്താണ് പറയുന്നത്? നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. വിശ്വസിച്ചാൽ മരണകരമായ അവസ്ഥയിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരു ഉയർപ്പിൻ്റെ അനുഭവം നൽകുവാൻ യേശു മതിയായവനാണ്. സുഹൃത്തുക്കളെ, നമ്മൾ പ്രത്യാശയെക്കുറിച്ചാണ് പറയുന്നത്. ആരിലുള്ള പ്രത്യാശ? യേശുക്രിസ്തുവിലുള്ള പ്രത്യാശ. ജീവൻ്റെ ജലത്തെക്കുറിച്ചുള്ള പ്രത്യാശ, ഉയർപ്പിനെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചുമുള്ളതായ പ്രത്യാശ. ഇതാർക്കാണ് ഉണ്ടാകുന്നത്? യേശു കർത്താവ് പറയാണ്, എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ, എന്നിൽ വിശ്വസിക്കുന്ന വ്യക്തി, വിശ്വാസവും പ്രത്യാശയും എല്ലായ്പ്പോഴും ഒരുമിച്ച് നിൽക്കുന്നതായ ഘടകങ്ങളാണ്. പ്രത്യാശ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു. യേശുക്രിസ്തുവിലുള്ളതായ വിശ്വാസം വർദ്ധിക്കുന്നതിൽ കൂടി ജീവൻ്റെ ജലം നമ്മിലേക്ക് ഒഴുകുവാനിടയാകും. അതിൽ കൂടി നമ്മുടെ ജീവിതത്തിലെ വരണ്ട അനുഭവങ്ങൾ എല്ലാം മാറി പുതിയ കിളിർപ്പുകൾ ഉളവാകാനിടയാകും. പുതിയ ഇലകൾ ഉണ്ടാകും, കൊമ്പുകൾ ഉണ്ടാകും, ഫലങ്ങൾ ഉണ്ടാകും. സുഹൃത്തുക്കളെ, അതാണ് പുതിയ ജീവൻ. അതാണ് ഷാലോം എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനം
നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമൃദ്ധിയായി ഉണ്ടാകാനിടയാകട്ടെ. എൻ്റെ യേശു കർത്താവ് എന്നെ വഴി നടത്തും. എൻ്റെ യേശു കർത്താവ് ജീവൻ്റെ ജലം എനിക്ക് നൽകും. ജീവൻ്റെ ജലം എനിക്ക് നൽകിക്കൊണ്ട് അവൻ എന്നെ അനുഗ്രഹീതമായ വഴിയിൽ കൂടി നടത്തുവാൻ ഇടയാകും. അത്ഭുതകരമായ പ്രത്യാശ എന്നിൽ നിറച്ചുകൊണ്ട് എനിക്ക് ഫലഭൂയിഷ്ടമായൊരു ജീവിതം നയിക്കുവാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം എന്താണ്? ഭാവിയിൽ വലിയ സന്തോഷം പുറപ്പെടുവിക്കുന്നതായ പ്രത്യാശ. ഈ വചനം നോക്കുക, സദൃശവാക്യങ്ങൾ 10:28. നീതിമാന്മാരുടെ പ്രത്യാശ സന്തോഷം ആകുന്നു, ദുഷ്ടന്മാരുടെ സംവത്സരങ്ങളോ കുറഞ്ഞു പോകും. നമുക്കറിയാം, എല്ലാവരും നല്ല ദിവസങ്ങൾ ആഗ്രഹിക്കുന്നു. നല്ലൊരു ഭാവി കാണുവാൻ, നല്ലൊരു നാളെയെ കാണുവാൻ എല്ലാവരും ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം പലരുടെയും ജീവിതത്തിൽ അനുഗ്രഹീതമായ ദിവസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ വർഷം കൂടുതൽ അനുഗ്രഹപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടാകാം. എങ്ങനെയുള്ളതാണ് സന്തോഷത്താൽ നിറയപ്പെട്ട ജീവിതം? ഈ സന്തോഷകരമായ ജീവിതം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിരിക്കണം? ഒരു പ്രത്യാശ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും നാളെക്കുറിച്ചുള്ളതായ പല ആകുലതകളും, നാളെ എന്തായിത്തീരുമെന്നുള്ള ചിന്താകുലങ്ങൾ നമുക്കുണ്ടാകാറുണ്ട്. പലപ്പോഴും നമ്മൾ മാനസികമായി തളർന്ന അവസ്ഥയിലേക്ക് പോകാറുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 21:34 യേശു കർത്താവ് നൽകുന്നതായ മുന്നറിയിപ്പ് എന്താണെന്ന് നോക്കുക. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ച് കൊള്ളുവീൻ എന്നാണിവിടെ വചനം പറയുന്നത്. പല തരത്തിലുള്ളതായ കാര്യങ്ങൾ കർത്താവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് നാളെയെക്കുറിച്ച്, നാളെ കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നതിനെക്കുറിച്ചുള്ള ഭാരം കൊണ്ട് ഉണ്ടാകുന്നതായ പ്രശ്നം എന്താണെന്നാണ് പറയുന്നത്. നാളത്തെ ദിവസം എന്തായിത്തീരും, എന്താണ് എൻ്റെ ഭാവി, ഇങ്ങനെയുള്ളതായ പല ആകുല ചിന്തകളും നമ്മുടെ ഉള്ളിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശയും ദുഃഖവും വിരക്തിയുമൊക്കെ ഉണ്ടാകാനിടയുണ്ട്. അത് പാടില്ല. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവായ യേശുക്രിസ്തുവിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുക. കർത്താവ് നിങ്ങളുടെ സകല ചിന്താകുലങ്ങളെയും എടുത്തു മാറ്റിക്കൊണ്ട് അത്ഭുതകരമായ നന്മ നിറഞ്ഞതായ ഒരു ഭാവി നിങ്ങൾക്ക് നൽകുവാൻ ഇടയാകും. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ആകുലതകളുമെല്ലാം കർത്താവിൻ്റെ കയ്യിൽ സമർപ്പിക്കുക. എന്നാൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ ആകുലതയും ദുഃഖവും വിരക്തിയുമൊക്കെ നമ്മുടെ ഉള്ളിൽ കടന്നു വന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷ നഷ്ടപ്പെടുകയും അതുപോലെ നമ്മുടെ ജീവിതം തകർന്നു പോകാനിടയാവുകയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ പോലും നമുക്ക് നഷ്ടമായി പോവുകയും ചെയ്യാനിടയാകും. ഉന്നതമായ ഒരു ഭാവി നമുക്ക് ഒരിക്കലും നേടിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. മക്കളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ട്. നാളെ അവരുടെ ജീവിതം എന്തായിത്തീരും, അവരുടെ ഭാവി എന്തായിത്തീരുമെന്നവർ സങ്കടപ്പെടുന്നു. ഈ ആകുലത നിമിത്തമായി, ദുഃഖം നിമിത്തമായി അവരുടെ ഹൃദയം ഒരുപാട് ഭാരത്തിലാകാനിടയാകും. സുഹൃത്തുക്കളെ, അങ്ങനെ ചെയ്യുവാൻ പാടില്ല. മറ്റു ചില ആളുകളെ സംബന്ധിച്ച് ബന്ധങ്ങളുടെ കാര്യത്തിലാണ് ഭാരപ്പെടുന്നത്. കുടുംബത്തെ വിട്ട് അകന്നു നിന്ന് ജോലി ചെയ്യുന്ന ആളുകളുടെ കാര്യമെടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ പലപ്പോഴും ആകുലതകളുണ്ട്. എന്നാൽ അവർ ഒരു പ്രത്യാശ നിറഞ്ഞ ജീവിതം നയിക്കണം. കാരണം നാളെ ഒരു ദിവസം അവർക്കൊരു അനുഗ്രഹമുണ്ടാകും. മറ്റു ചില ആളുകളെ സംബന്ധിച്ച് അവർക്കുള്ള നിരാശ അവരുടെ കടങ്ങളെക്കുറിച്ചാണ്. അല്ലെങ്കിൽ മറ്റു ചില ആളുകളെ സംബന്ധിച്ച് പാപത്തിലുള്ള ബന്ധനങ്ങളെക്കുറിച്ചായിരിക്കാം. അതുപോലെ തന്നെ ചില ആളുകൾ ആത്മീയ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന നിരാശയുടെ കാരണം അവരുടെ നിത്യത എന്തായിത്തീരും, സ്വർഗമുണ്ടായിരിക്കുമോ, നരകമുണ്ടോ, എൻ്റെ ജീവിതം എന്തായിത്തീരുമെന്നതിനെക്കുറിച്ച് അവർ ഭാരപ്പെടുന്നു. ഇങ്ങനെയുള്ളതായ ആകുലതകളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ തളർത്തിക്കളയുവാനിടയാകുന്നു. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എന്താണ് വേണ്ടത്? ദൈവത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക. ദൈവത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ കൂടി എന്താണ് സംഭവിക്കുന്നത്? ആ സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്നതായ നിരാശകളും ദുഃഖവും വേദനയുമെല്ലാം മാറാനിടയാകും. ദൈവത്തിൽ നിങ്ങൾ പ്രതീക്ഷ അർപ്പിക്കുന്നതിൽ കൂടി എല്ലാ ആകുലതകളും മാറി നിങ്ങളുടെ ഉള്ളം ദൈവിക സമാധാനത്താലും സന്തോഷത്താലും നിറയുന്നത് കാണാൻ കഴിയും. ഇന്നത്തെ ജീവിതത്തെക്കുറിച്ചും നാളത്തെക്കുറിച്ചുമുള്ളതായ പ്രതീക്ഷ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അങ്ങനെയൊരു പ്രതീക്ഷ നമ്മുടെ ഉള്ളത്തിലുണ്ടാകുമ്പോൾ നമുക്ക് അത്ഭുതകരമായ സമാധാനം അനുഭവിക്കാൻ കഴിയും. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞതായ സാഹചര്യങ്ങളുടെ നടുവിൽ കൂടി
കടന്നു പോകുന്നതായ ആളുകളുണ്ടോ? ജീവിതത്തിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, നിരാശയിൽ കൂടി സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടോ? കുട്ടികളെക്കുറിച്ച് ഭാരപ്പെടുന്ന വ്യക്തികളുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇതാ ഒരു ശുഭവാർത്ത. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നു. നിങ്ങളിപ്പോൾ ആയിരിക്കുന്നതായ ആ സന്ദർഭത്തിൽ, ആയിരിക്കുന്നതായ സാഹചര്യത്തിന് നടുവിൽ നിങ്ങൾക്ക് അത്ഭുതകരമായ സന്തോഷം കിട്ടുവാൻ ഇടയാകും. ബൈബിളിൽ പറയുന്നതായ സന്തോഷം എന്നത് വളരെ ശക്തമായതാണ്. ഇത് നമ്മൾ ചിന്തിക്കുന്ന തരത്തിലുള്ളതായ ഒരു സന്തോഷമല്ല. ഇത് സന്തോഷം പുറപ്പെടുവിക്കുന്നതാണ്. നമ്മുടെ ഫ്യൂച്ചറിൽ സന്തോഷം ചെയ്യുന്നതായ കാര്യങ്ങളെ ആസ്പദമാക്കി 2 വാക്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. സന്തോഷം നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായ കാര്യങ്ങൾ എന്താണ്? 1, സന്തോഷത്തിൽ കൂടി നാളെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുത കാര്യങ്ങൾ പുറപ്പെടുവിക്കുവാനിടയാകുന്നു. നമുക്ക് വായിക്കാം യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ. സിയോൻ മക്കളെ, ഘോഷിച്ചുല്ലസിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയിൽ സന്തോഷിപ്പീൻ. അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. ഈ സന്തോഷം എന്താണ് ചെയ്യുന്നത്? മുമ്പേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം പെയ്ച്ചു തരുന്നു. എന്താണ്? നമുക്ക് ആവശ്യമായ മുൻമഴയും പിന്മഴയും അവൻ നൽകി തരുവാനിടയാകും. അതുപോലെ തന്നെ അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. വലിയ സമൃദ്ധി വെളിപ്പെടുന്നതായിട്ട് കാണാൻ കഴിയുന്നു. ഇത് സന്തോഷത്തിൽ കൂടി ഉണ്ടാകുന്നതാണ്. ഇത് അനുഗ്രഹമുണ്ടാക്കുന്നു. ഇത് സമാധാനവും സ്വസ്ഥതയും വെളിപ്പെടുത്തുന്നു. ഇസ്രായേലിനോട് ദൈവം പറയാണ്, നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങളുടെ സന്തോഷത്തിൽ കൂടി ഞാൻ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയും അയക്കാനിടയാകും. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകാനിടയാകും. അതിനുശേഷം പറയുകയാണ് 24-ാം വാക്യം, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. പ്രത്യാശയിൽ കൂടി അത്ഭുതകരമായ കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, ദൈവത്തിലുള്ളതായ സന്തോഷം എൻ്റെ ബലം ആകുന്നു. അതാണെൻ്റെ ശക്തി എന്നാണ് പറയുന്നത്. എൻ്റെ സന്തോഷം എന്നത് ഭാവിയിലുണ്ടാകുന്ന എൻ്റെ ബലത്തെ സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞത്? അതായത് നമ്മൾ ചർച്ച ചെയ്തത് എന്താണോ പഴയ നിയമത്തിൽ, അതുതന്നെ പുതിയ നിയമത്തിലേക്കും നമ്മൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. കാരണം യേശുവിലേക്ക് നമ്മൾ കടന്നു വരണം. അവനാണ് നമ്മുടെ അടിസ്ഥാനമായിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട്, ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് അത്ഭുതകരമായ അനുഗ്രഹങ്ങളാണ് നമുക്ക് ഉണ്ടാകാനിടയായത്. അതിൽ ഒന്നാണ് അത്ഭുതകരമായ സന്തോഷം. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശു കർത്താവ് ഈ വർത്തമാനകാലത്തിലും അതുപോലെ നമുക്ക് വരുവാനുള്ള കാലത്തിലേക്കുമുള്ള സന്തോഷം തന്നിരിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ കൂടിയാണ് ആ സന്തോഷം തന്നിരിക്കുന്നത്. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:22 പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഒന്നാണ് സന്തോഷം എന്ന് കാണാൻ കഴിയും. നിങ്ങൾ നല്ലൊരു ഭാവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ പ്രത്യാശിക്കുക. നിങ്ങളുടെ പ്രത്യാശയിൽ കൂടി നിങ്ങൾക്ക് അത്ഭുതകരമായ സന്തോഷം ഉണ്ടാകാനിടയാകും. ആ സന്തോഷത്തിൽ കൂടി നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കും. ആ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കാൻ ഇടയാകും. ഭാവിയെ അനുഗ്രഹമാക്കും. 3-ാമത്തെ കാര്യം, ഭാവിയിൽ ഉണ്ടാകുവാനുള്ള സമാധാനത്തെക്കുറിച്ച് നമുക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. ഈ അത്ഭുതകരമായ വാക്യം പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 26-ാം വാക്യത്തിലാണ്. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് ആനന്ദിച്ചു, എൻ്റെ ജഡവും പ്രത്യാശയോടെ വസിക്കും. പ്രത്യാശ നമുക്ക് ആശ്വാസം നൽകുന്നു. പ്രത്യാശ നമ്മുടെ ഭാവിയിൽ നമുക്ക് സമാധാനം നൽകുന്നു. എങ്ങനെയാണ് നമുക്ക് സമാധാനകരമായ ഒരു ഭാവിയെക്കുറിച്ച് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? ചില സന്ദർഭങ്ങളിൽ നമ്മളിൽ പലരും ഒരുപാട് ക്ഷീണിക്കുവാൻ ഇടയാകും. ക്ഷീണിച്ച് അവശരാകുവാൻ ഇടയാകും. മുൻപോട്ട് പോകുവാൻ കഴിയാത്തതുപോലെ തോന്നും.
അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? നമുക്ക് ഒരു വിശ്രമം, ഭാവിയിലൊരു വിശ്രമം ആവശ്യമാണ്. നമുക്ക് വിശ്രമിക്കുന്നതിൽ കൂടി നമുക്ക് വീണ്ടും ഊർജ്ജസ്വലരായി മാറുവാൻ കഴിയുന്നതാണ്. അതിനുവേണ്ടി നമുക്കെന്തുണ്ടായിരിക്കണം? ഒരു പ്രത്യാശ നമുക്കുണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ ഒരു ഭാവിക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നല്ല ഒരു ഭാവി നിങ്ങൾക്ക് ലഭിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആശ്വാസവും വിശ്രമവും ലഭിക്കും. ഈ സമയത്ത് പലരും പ്രതീക്ഷയില്ലാത്തതായ അവസ്ഥയിൽ ആയിരിക്കും. വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വിശ്രമം ആഗ്രഹിക്കുന്നതായ ഒരു സാഹചര്യത്തിലായിരിക്കും. നിരാശയുടെ അനുഭവങ്ങളായിരിക്കും പലപ്പോഴും ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നല്ലയൊരു നാളെയെക്കുറിച്ച് നിങ്ങൾ പ്രത്യാശ വയ്ക്കുക. അങ്ങനെ പ്രത്യാശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത്ഭുതകരമായ വിടുതൽ കർത്താവ് നൽകുവാൻ ഇടയാകും. അത്ഭുതകരമായ അനുഗ്രഹങ്ങളും അതോടൊപ്പം നിങ്ങൾക്ക് വിശ്രമവും ആശ്വാസവും നൽകുവാൻ ഇടയാകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് റിലാക്സേഷൻ ഉണ്ടാകും. വീണ്ടും നമുക്ക് പുതിയ നിയമത്തിലേക്ക്, യേശുക്രിസ്തുവിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു, ഈ സമാധാനം, ഈ ആശ്വാസം നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടിയാണെന്ന്. റോമർക്കെഴുതിയ ലേഖനം 14 അധ്യായം 17 വാക്യം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും അത്രേ. ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുക. അതിൽ കൂടി പരിശുദ്ധാത്മാവിൽ ഉള്ളതായ സമാധാനവും അതുപോലെ സന്തോഷവും നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. സുഹൃത്തുക്കളെ, നിങ്ങൾ ബലപ്പെടുക. നിങ്ങൾ ഭാരപ്പെടേണ്ടതായ കാര്യമില്ല. ദൈവത്തിൽ നിങ്ങൾ പ്രത്യാശ അർപ്പിക്കുക. ആ പ്രത്യാശ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം നൽകുന്നു. ആ പുതിയ തുടക്കം നിങ്ങൾക്ക് സന്തോഷം നൽകുന്നു. അതുപോലെ ആ പുതിയ തുടക്കം നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, നിങ്ങൾക്ക് ആശ്വാസം നൽകുന്നു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ നല്ല കർത്താവേ, നല്ല വചനങ്ങൾക്കായിട്ട് നന്ദി കരയറ്റുകയാണ്. നീ ഞങ്ങൾക്ക് വേണ്ടി നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്തത് ഓർത്ത് നിന്നെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി ഞങ്ങൾക്ക് പ്രത്യാശ ഉണ്ടായിരിക്കണം. കർത്താവെ, ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും പ്രത്യാശ അർപ്പിക്കുന്നു. കർത്താവെ, നിന്നിൽ പ്രത്യാശ അർപ്പിക്കുന്നതിൽ കൂടി ഞങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുവാൻ ഇടയാകുന്നു. ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങൾക്ക് നല്ല ഒരു ഭാവിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഭാവിയിൽ ഈ പ്രത്യാശയിൽ കൂടി വിശ്രമവും ആശ്വാസവും ലഭിക്കുന്നു. കർത്താവെ, ഞങ്ങൾ കേട്ടതായ ഈ വചനങ്ങൾ എല്ലാം തന്നെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ TV മിനിസ്ട്രി വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ ഡൊനേഷനുകൾ നൽകുക. അതുപോലെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ടും നിങ്ങൾക്ക് ഡൊണേഷൻ അയക്കുവാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നൽകുന്ന ഓൺലൈൻ ബാങ്ക് ഡീറ്റെയിൽസ് നിങ്ങൾ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. അവയിലേക്കും നിങ്ങളുടെ ഡൊണേഷനുകൾ അയക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ മണി ഓർഡറുകൾ അയക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ദയവ് ചെയ്ത് ഈ അഡ്രസ്സ് രേഖപ്പെടുത്തുക. അതിലേക്ക് നിങ്ങൾക്ക് അയക്കുവാൻ കഴിയുന്നതാണ്. അബണ്ടന്റ് ലൈഫ് 1533 RT, വിജയനഗർ കോളനി, ഹൈദരാബാദ് 500057, തെലങ്കാന, ഇന്ത്യ. ആശീർവാദത്തിനായിട്ട് തലകളെ വണക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കുമുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.